തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് തർക്കം തുടരുന്നു. ചെയർപേഴ്സൺ സ്ഥാനത്തേക്കായി കോൺഗ്രസിൽ നിന്ന് രണ്ടുപേരെ കൂടാതെ മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ ധാരണപ്രകാരം ആദ്യ ടേം അവകാശപ്പെട്ടതെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. KPCC ജനറൽ സെക്രട്ടറി നിഷ സോമനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലിറ്റി ജോസഫിനെ അധ്യക്ഷയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർമാർ നേതൃത്വത്തിന് കത്ത് നൽകി. തൊടുപുഴയിൽ UDF വൻ മുന്നേറ്റമുണ്ടാക്കിയത് മുതൽ സജീവമായിരുന്നു അധ്യക്ഷ പദവിയിലേക്ക് ആരെന്ന തർക്ം. ഇടത് സ്വാധീന മേഖലയിൽ നിന്ന് ജയിച്ചു കയറിയ KPCC ജനറൽ സെക്രട്ടറി നിഷ സോമനെ അധ്യക്ഷയാക്കണമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം. എന്നാൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും കൗൺസിലർമാരും ഒന്നടങ്കം ഈ താൽപര്യത്തിനെതിരാണ്. കോൺഗ്രസിന്റെ 10-ൽ 9 കൗൺസിലർമാരും നിഷ സോമനെതിരായ നിലപാട് പാർലമെന്ററി പാർട്ടി യോഗത്തിലുമെടുത്തു. ഇതോടെ സൈബർ ഇടത്തിലുൾപ്പെടെ പോസ്റ്റർ യുദ്ധം ആരംഭിച്ചു. തൊടുപുഴ നഗരത്തിൽ പലയിടത്തും നിഷയെ അനുകൂലിച്ച് പോസ്റ്ററുകൾ ഇറങ്ങി. യുവജന സംഘടനകളും നിഷയ്ക്ക് പരസ്യ പിന്തുണയുമായി എത്തി. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുവരുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു ശൈലി എന്നുള്ളത് ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഗ്രൂപ്പിന് സീറ്റുകൾ വീതം വെച്ച് നൽകുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നെങ്കിൽ പോലും വിവിധ ആളുകൾ പല നേതാക്കളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ സീറ്റുകളൊക്കെ മേടിച്ചെടുത്തതും മത്സരിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി ഉൾപ്പെടെ വിവിധ കൗൺസിലർമാരുടെ വീട്ടിൽ ഈ ലീഡർഷിപ്പൊക്കെ ചെന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിഷ സോമനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയർമാൻ ആക്കാൻ പാടില്ല ഉള്ള ഭീഷണി സ്വരങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് എന്ന് പൊതുജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭരണകാലത്ത് സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട് പ്രകാരം ആദ്യ ടൈം അവകാശപ്പെട്ടതെന്ന് മുസ്ലിം ലീഗ്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയെന്നും ലീഗ് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടം ദീപക് ചെയർമാനായപ്പോൾ ഞങ്ങളും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി കോൺഗ്രസിന് കൊടുക്കാനും വരുന്ന ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി ആദ്യ ടൈം മുസ്ലിം ലീഗിന് ചെയർമാൻഷിപ്പ് ഉണ്ടാകണം എന്നൊരു വാക്കുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നടക്കുന്നത് സ്വാഭാവിക തർക്കങ്ങളെന്നും അന്തിമ തീരുമാനം ഉടനെന്നും UDF ജില്ലാ നേതൃത്വവും അറിയിച്ചു. ഇല്ല, നിഷ സോമന്റെ പേര് അവിടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരാണ്. അവിടെ നിന്നും ഉള്ള പാർട്ടി നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ കൗൺസിലർമാരുടെയും എല്ലാം അഭിപ്രായങ്ങൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി സംസാരിച്ച് വേണ്ടത്ര ഒരു സമവായം ഉണ്ടാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിനാണ് അധ്യക്ഷ സ്ഥാനമെങ്കിൽ ലീഗിലെ സാബിറ ജലീൽ ചെയർപേഴ്സണാകും. അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ ദീപകിനെ ഉപാധ്യക്ഷനുമാക്കി താത്കാലിക പ്രശ്ന പരിഹാരത്തിനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ന്യൂസ് 18 ഇടുക്കി.